യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്ന് ഇന്ന് നമ്മൾ തിരുവചനം ശ്രവിക്കുമ്പോൾ ആ തിരുവചനത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന യേശുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനം ഇന്ന് നമുക്ക് ഭക്തിയോടെ ശ്രവിക്കാം. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്ക് അറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. പ്രിയ സഹോദരങ്ങളെ, പല ആവർത്തി നമ്മൾ ശ്രവിച്ച തിരുവചന ഭാഗമാണിത്. യേശുവും സമരിയക്കാരിയും തമ്മിലുള്ള സംഭാഷണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമരിയക്കാരെ യേശുക്രിസ്തു നേരിട്ട് ചെന്ന് അവരെ തന്നിലേക്ക് പേര് ചൊല്ലി ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനും, സ്വകാര്യ ജീവിതം മൊത്തം ആ വ്യക്തിയോട് തുറന്നു പറഞ്ഞ്, ഞാനാണ് നിൻ്റെ മിശിഹ എന്ന്, ഞാനാണ് നീ കാത്തിരിക്കുന്ന യേശുവെന്ന് ബോധ്യപ്പെടുത്തി തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സ്നേഹനിധിയായ കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നാം ദൈവത്തിൽ നിന്ന് എത്ര അകന്നു പോയാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ പ്രത്യേകമായി നമ്മളോട് സംസാരിക്കുന്ന, ലോകത്തിലാരും മനസ്സിലാക്കില്ല, ആർക്കും എൻ്റെ സ്വകാര്യ ജീവിതം അറിയത്തില്ല എന്ന് അഹങ്കരിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഈശോ നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ച് ഈശോയുടേതാക്കി മാറ്റുവാൻ നിരന്തരം ദിവസം തോറും നിങ്ങളുടെ അടുത്തേക്ക് ദൈവവചനത്തിലൂടെ കർത്താവ് കടന്നു വരുന്നു. ആ കർത്താവിലേക്ക് നമ്മുടെ അവസ്ഥകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ഈശോയുടെ ഒപ്പം നമുക്കിനി ജീവിക്കാം. ലോകത്തിൻ്റെ ആദികളോ ആഗ്രഹങ്ങളോ ഒന്നും നോക്കാതെ, എൻ്റെ സ്വകാര്യ ജീവിതം പോലും അറിയാവുന്ന ദൈവത്തോട് ചേർന്ന്, എന്നെ ചതിക്കാത്ത ദൈവത്തോട് ചേർന്ന് നമ്മുടെ ശിഷ്ടകാലം നമുക്ക് ജീവിക്കാം. അനുഗ്രഹമുള്ള ജീവിതമായി അത് മാറും. സ്നേഹത്തിൻ്റെ ദിവസങ്ങളായി അത് മാറും. അനുഗ്രഹം നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങളിലേക്കും ഈശോ പകർന്നൊഴുകും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ കാണുവാനായി നിങ്ങളുടെ അടുത്ത് കാത്തിരിക്കുന്ന ഈശോയുടെ സുവിശേഷം, ഈശോയുടെ വചനം ഏറ്റെടുക്കാം. നമുക്ക് ദൈവവചനത്തെ വെറുതെ തള്ളിക്കളയണ്ട, ആമേൻ ചൊല്ലി നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി എന്ന് പറഞ്ഞ് ഈശോയുടെ മുന്നിൽ നമുക്ക് മുട്ടുകുത്താം. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം.
ദർശനത്താലും അനുഗ്രഹത്താലും അടയാളങ്ങളാലും ഈശോ അവരുടെ മുന്നിലും ചെല്ലട്ടെ. അതിനൊരു വഴികാട്ടിയായി നമ്മളെ ദൈവം തിരഞ്ഞെടുക്കട്ടെ. ലോകത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കുവാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.